വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിങ്സ് പേരാമി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ വീട്ടിൽ ക്ലീനപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെ നമുക്ക് വീട്ടിൽ ക്ലീനപ്പ് ചെയ്യാം, അതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്, അതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകണം. നമുക്കറിയാം മന്തിൽ വൺസ് എങ്കിലും നമ്മൾ ക്ലീനപ്പ് ചെയ്തിരിക്കണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ എന്താ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആക്കി നമ്മുടെ ഫേസ് നല്ല ഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്ലീനപ്പ് ചെയ്യുന്നതിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറേ പേരൊക്കെ പാർലറിൽ പോയി ചെയ്യാറുണ്ട്, കുറേ പേര് ഇതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാറുണ്ട്, കുറേ പേര് ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് ചെയ്ത് തുടങ്ങിക്കോളാം. കാരണം എൻ്റെ സ്കിൻ വന്നിട്ട് ഓയിൽ സ്കിന്നാണ്, നല്ല കണക്ക് പിമ്പിൾസ് വരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പിമ്പിൾസ് ഒക്കെ കുറവാണ്. എന്നിട്ട് പോലും പീരിയഡ്സ് ആവുന്ന ടൈമിലൊക്കെ അത് ഇതുപോലെ പൊന്തി വരും കേട്ടോ. 1-2 എണ്ണമൊക്കെ പൊന്തി വരും. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതുപോലെ ക്ലീനപ്പ് ചെയ്യാറുണ്ട്. ആ ഒരു ക്ലീനപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ഫേസ് ഇപ്പം വലിയ പിമ്പിൾസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പം ഫേസ് പാക്കും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്യാറുണ്ട്, എന്നാലും മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. മന്തിൽ വൺസ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ക്ലീനപ്പ്. നമ്മളിപ്പം ഫേസ് പാക്ക് ഒക്കെ ഇടുന്നത് പോലെ വീക്കിൽ 2 വട്ടമോ 3 വട്ടമോ ഒന്നും ഈ ഒരു ക്ലീനപ്പ് ചെയ്യണമെന്നില്ല. കാരണം അത് വേറെ ഒന്നുമല്ല, ഇതിനകത്ത് സ്ക്രബിങ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാവും. അതുകൊണ്ട് തന്നെ മന്തിൽ മസ്റ്റായിട്ട് വൺസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കോളാം കേട്ടോ. പറഞ്ഞിടയ്ക്ക് ഇന്ന് 3 സ്റ്റെപ്പാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 3 സ്റ്റെപ്പ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ക്ലെൻസിങ് ആണ്, അതുപോലെ രണ്ടാമത് വരുന്ന സ്റ്റീമിംഗ് ആണ്, പിന്നെ സ്ക്രബിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ 3 സ്റ്റെപ്പാണ് നമ്മൾ ക്ലീനപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ 3 സ്റ്റെപ്പ് ഒന്ന് കാണിക്കുന്നുണ്ട്, എങ്ങനെ ചെയ്യാമെന്നെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി നോക്കിക്കോളാം. എല്ലാ സ്കിന്നുകാർക്കും ഇത് ചെയ്യാൻ പറ്റാനാണ്, വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റാനാണ്. നമുക്ക് പാർലറിൽ പോയിട്ട് പൈസ കളയണമെന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാൻ വേണ്ടി. ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും അത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോയിലോട്ട് പോകട്ടെ. നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസിങ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫേസ് വാഷ് ആണോ ഇരിക്കുന്നത്, ആ ഫേസ് വാഷ് വെച്ച് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കോളൂ. അതിനുശേഷം നമുക്കൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പച്ച പാൽ ഞാൻ എടുക്കുന്നുണ്ട്. അതിലൊരു കോട്ടൺ മുക്കിയിട്ട് നമ്മൾ ഫേസിൽ മൊത്തത്തിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ഡേർട്ടൊക്കെ മാറിയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പച്ചപ്പാൽ ഉപയോഗിച്ചുള്ള ഈ ക്ലെൻസിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ആ ഫേസിൽ തേച്ചിട്ടുള്ള പാല് കഴുകി കളയരുത് കേട്ടോ. ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട്, അതായത് മുഖത്തൊന്ന് പിടിച്ചതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള സ്റ്റീമിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ഫേസിൽ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ നോക്കിക്കോളാം. അത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചരുവത്തിൽ വെള്ളം വെച്ചിട്ടാണ് ഇതുപോലെ മുഖത്ത് ആവി പിടിക്കാറുള്ളത്. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മളിങ്ങനെ ഊതി കൊടുക്കുമ്പോൾ നല്ലപോലെ ചൂട് നമ്മുടെ ഫേസിലേക്ക് വരും. നന്നായിട്ട് നമ്മുടെ ഫേസ് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഞാൻ ആവി പിടിച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് വിയർക്കുന്നത് വരെ നിങ്ങൾ ആവി പിടിക്കാൻ വേണ്ടി നോക്കിക്കോളാം. എന്നാലേ നമ്മളെ പോസ് ഒക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ സുഖമായിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ആക്കി കൊടുക്കാം. ഇത് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും, നമ്മുടെ ഷോപ്സിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന കാര്യമാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് പിമ്പിൾ സ്റ്റിക്ക് എന്നാണ്. നിങ്ങൾ പലരുടെ കയ്യിലും ഇത് കാണും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കൈയുടെ നഖം ഉപയോഗിക്കുന്നത് ഫേസിന് അത്ര നല്ലതല്ല, പാട് വീഴാനൊക്കെ അത് കാരണമാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ പതിയെ നമുക്ക് കുറച്ച് വേദനയൊക്കെ എടുക്കും. അത് വലിയ കാര്യമാക്കി എടുക്കേണ്ട. നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കി കൊടുക്കുക. നമ്മൾ കയ്യിൽ ഇങ്ങനെ തടവുമ്പോൾ നമ്മളെ പിമ്പിൾസ് വന്നിട്ട് പോയ സ്ഥലത്തൊക്കെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ റിമൂവ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നോക്കി എൻ്റെ കയ്യിൽ കണ്ടോ, ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലെടുത്തപ്പോൾ കണ്ടോ കുറേ വൈറ്റ് ഹെഡ്സ് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ റിമൂവ് ആക്കുക. നമുക്ക് തേർഡ് സ്റ്റെപ്പിലോട്ട് കിടക്കാം കേട്ടോ. തേർഡ് സ്റ്റെപ്പ് വരുന്നത് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ്. പിന്നെ എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തേൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് പച്ച പാലൂടെ ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അരിപ്പൊടി എടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് 3 കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫേസിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസിലേക്ക് മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കോളാം. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കഴുത്തിലൂടെ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കോളാം. അപ്പോൾ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മുടെ 2 കയ്യിലെ ഫിംഗറും യൂസ് ചെയ്യുക. അപ്പോൾ അത് ഇതുപോലെ എല്ലാം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മെല്ലെ സ്ക്രബ് ചെയ്യുക. നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെയാണ് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കൂടുതലുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്യുക. നമ്മുടെ കവിളിൽ ഈ ഒരു കുരുക്കളൊക്കെ വന്നിട്ട് പോയ സ്ഥലത്തൊക്കെ നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്യുക. നെറ്റിയിലൊക്കെ സ്ക്രബ് ചെയ്യുക. അതുപോലെ നമ്മുടെ താടി അവിടെ എല്ലാം നല്ലപോലെ സ്ക്രബ് ചെയ്യുക. ഇവിടെ എല്ലാം നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ അധികമായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ്. വളരെ പയ്യെ വേണം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആക്കാൻ അത് കാരണമാക്കും കേട്ടോ.
ഞാനിവിടെ ഫേസ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, 2 കയ്യിലൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഫ്രഷ് ഫീലിംഗ് ആണ് കേട്ടോ കിട്ടുന്നത്. എൻ്റെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ചധികം നാളുകളായി ക്ലീനപ്പ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ബ്യൂട്ടി പാർലറിൽ പോയി പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്, ഡോക്ടർ ഷെറ്റ്സിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഓയിൽ മസാജോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. എന്തായാലും ചെറിയൊരു ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ സെറവോ എന്തെങ്കിലും നമ്മൾ ഈ ഒരു ക്ലീനപ്പ് കഴിഞ്ഞതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കിക്കോളാം. ഓയിൽ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഡോക്ടർ ഷെറ്റ്സിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറയും കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഇതുവരെ ക്ലീനപ്പ് ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കണ്ടറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറോടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനപ്പ് ഇവിടെ അവസാനിച്ചു. നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലാസ് സ്കിൻ പോലെ ആവും കേട്ടോ. നിങ്ങൾ നോക്കി എന്താ വ്യത്യാസം വന്നേക്കുന്നതെന്ന്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.